കോളംകുളം കോണത്ത് തറവാട് ദേവസ്ഥാനത്ത് ജനുവരി 8 മുതൽ 11 വരെ തീയതികളിൽ കളിയാട്ട മഹോത്സവം നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 7.5 പതിറ്റാണ്ടിനു ശേഷം കോളംകുളം കോണത്ത് തറവാട് ദേവസ്ഥാനത്ത് ജനുവരി 8 മുതൽ 11 വരെ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 8 വൈകിട്ട് 6:30 തിടങ്ങൽ, 7:30 തൂവക്കാരൻ വെള്ളാട്ടം, 8:30 പുലിയൂർക്കണ്ണൻ വെള്ളാട്ടം, 9:30 മുതൽ തോറ്റം, ചിരളത്ത് ഭഗവതി, വിഷ്ണുമൂർത്തി, രക്തചാമുണ്ടി, പടാർകുളങ്ങര ഭഗവതി എന്നീ തെയ്യങ്ങളുടെ തോറ്റം, രാത്രി 12 തൂവക്കാരൻ, 12:30 നാഗരാജാവ്, നാഗകന്യക, 1:30 പുലിയൂർക്കണ്ണൻ, 9 രാവിലെ 10 മണിക്ക് വീരാളി ഭഗവതി, 11:30 രക്തചാമുണ്ടി, 12 ചിരളത്ത് ഭഗവതി, 1 മണിക്ക് വിഷ്ണുമൂർത്തി, 2 പടാർകുളങ്ങര ഭഗവതി, വൈകിട്ട് 6:30 തിടങ്ങലുകൾ, 7:30 പുലിയൂർക്കണ്ണൻ വെള്ളാട്ടം, തുടർന്ന് പുതിയ ഭഗവതി, ചിരളത്ത് ഭഗവതി, വിഷ്ണുമൂർത്തി, രക്തചാമുണ്ടി, പടാർകുളങ്ങര ഭഗവതി എന്നീ തെയ്യങ്ങളുടെ തോറ്റം, രാത്രി 1 മണിക്ക് മരക്കാൻ, 2 കളിത്തറ, പുലർച്ചെ 3 പുലിയൂർക്കണ്ണൻ, 4:30 പുതിയ ഭഗവതി, രാവിലെ 9 മാഞ്ഞാളമ്മ. ഇത് ഏതാണ്ട് 100 വർഷങ്ങളുടെ അടുത്ത് നടന്ന ഒരു കാര്യമാണ്. ഇതെപ്പോൾ നടന്നു, എങ്ങനെ നടന്നു എന്നൊന്നും അറിയുന്നവർ ഇന്നാലും ജീവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതേക്കുറിച്ച് കൂടുതൽ വിവരമുള്ളതും പിന്നെ ജ്യോത്സ്യൻ്റെ നിർദ്ദേശപ്രകാരമൊക്കെയാണ് ഇന്ന് ഈ കളിയാട്ട മഹോത്സവം നടത്താൻ തീരുമാനമായത്. അതായത് ഏതാണ്ട് 14 വർഷങ്ങൾക്ക് മുൻപ് ഈ തറവാടിൻ്റെ, അതായത് കോണത്ത് തറവാട് എന്ന് പറയുന്ന തറവാടിൻ്റെ ഒരു ഇതായിട്ടാണ് ഈ കോളംകുളം തറവാട്, അതായത് കോളംകുളം, നീലീശ്വരം, അവിടുന്ന് കുറേ പേര് കാഞ്ഞങ്ങാട് വന്ന് ഇങ്ങനെയുള്ളതാണ് പണ്ട് ചരിത്രം പറയുന്നത്. അതായത് കുറുമാത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നു എന്നാണ് പറയുന്നത്. കുറുമാത്തൂരിൽ നിന്ന് ഒരു കൂട്ടർ കോളംകുളം വന്ന് അവിടെ താമസം ഉറപ്പിക്കുകയും അവിടെ ഏതാണ്ട് അന്ന് 90 ഏക്കറോളം സ്ഥലമുണ്ടായിരുന്നു. പിന്നെ അത് അന്യാധീനപ്പെട്ടും വിറ്റെല്ലാം ഓരോരോ വഴിക്ക് ഓരോരോ ആൾക്കാർ നീങ്ങി. അപ്പോൾ ബാക്കി ഈ ക്ഷേത്ര അവശിഷ്ടങ്ങളും അതുപോലെ ഒരു 9 സെന്റ് സ്ഥലവും ഒരു തറവാട്ടുകാരും മാത്രമേ അവിടെ താമസം ഉണ്ടായിരുന്നുള്ളൂ. 10 രക്തചാമുണ്ടി, 11 ചിരളത്ത് ഭഗവതി, 12 വിഷ്ണുമൂർത്തി, ഉച്ചയ്ക്ക് 1 മണിക്ക് പടാർകുളങ്ങര ഭഗവതി, വൈകിട്ട് 3 ചങ്ങൻ പൊങ്ങൻ കൂത്ത്, വൈകിട്ട് 6:30 തിടങ്ങലുകൾ, 8:30 പുലിയൂർക്കണ്ണൻ വെള്ളാട്ടം, മോന്തിക്കോലം, 9:30 മുതൽ ചിരളത്ത് ഭഗവതി, വിഷ്ണുമൂർത്തി, രക്തചാമുണ്ടി, കുടുമി ചാമുണ്ടി, പടാർകുളങ്ങര ഭഗവതി, വീരന്മാർ എന്നീ തെയ്യങ്ങളുടെ തോറ്റം, രാത്രി 1 മണിക്ക് വീരന്മാർ, 2 പുലിയൂർക്കണ്ണൻ, 11 രാവിലെ 5 പൊട്ടൻ തെയ്യം, 8:30 നരമ്പിൽ ഭഗവതി, 9:30 രക്തചാമുണ്ടി, 10:30 ചിരളത്ത് ഭഗവതി, 11:30 വിഷ്ണുമൂർത്തി, ഉച്ചയ്ക്ക് 12:30 അത്യപൂർവമായി കുടുമി ചാമുണ്ടി, 2 പടാർകുളങ്ങര ഭഗവതി തുടങ്ങി വൈവിധ്യമാർന്ന 23ഓളം തെയ്യക്കോലങ്ങൾ വിവിധ ദിവസങ്ങളിൽ അരങ്ങിലെത്തും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ വേണുഗോപാലൻ നമ്പ്യാർ, ജനറൽ കൺവീനർ കെ വിജയകൃഷ്ണൻ നമ്പ്യാർ, കെ സതീശൻ നമ്പ്യാർ, കെ കുഞ്ഞിരാമൻ മാസ്റ്റർ, സി വി ഭാവനൻ, പി എൻ രാജ്മോഹനൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.